ഇത്തിരി പാടാണ്. എന്താണ് ശരിക്കും പറഞ്ഞത് ശരിക്കും ഇവിടെയാണല്ലേ. ഗോൾഡൻ കളറിലാണ്, ഗോൾഡൻ കളർ സൺറൈസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ സാരിയിലുള്ള ഇവിടെ എവിടെ നോക്കിയാലും ഹിമാലയാസ് ആണ്. ഇങ്ങനെ മഞ്ഞു മലകൾ എവിടെ നോക്കിയാലും ചുറ്റും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാ, നല്ല ഭംഗിയാട്ടോ. സൺറൈസ് കാണാൻ നിൽക്കുകയാണ്. സൺറൈസ് ആയിട്ടില്ല, ആവുന്നുള്ളൂ. അപ്പോൾ ടൈം ലാപ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. 2 GoPro വെച്ചിട്ടുണ്ട്, കിട്ടുമോയെന്നറിയില്ല. പിന്നെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 കാണാം. പിന്നെ ഇതാ ഫുൾ മഞ്ഞുമലകളാണ്. ഫുള്ളും ഹിമാലയാസ്. ഗോൾഡൻ കളറിലാണ്, ഗോൾഡൻ കളറിൽ സൺറൈസ് അടിക്കുമ്പോൾ രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഗോൾഡൻ ഹലോ, ഹായ് ബേബി ടോപ്പി. ഇന്നലെ നമ്മൾ ആ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് ഇവന്മാർ രണ്ടും കിടന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ സ്നേഹമൊക്കെ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 10 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ വാലിയാണ്, ഒരു സൈഡിൽ ഫുള്ള് മലയാണ്. അപ്പം നമ്മുടെ അണ്ണന്മാർ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് 1 hour അസെൻഡിങ് ഉണ്ട്. സ്റ്റീപ്പാണ്, കുറച്ച് കയറി ഇപ്പോൾ ഡിസെൻഡിങ് ആണ്. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അസെൻഡിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് കൂടെ സ്ട്രെയിറ്റ് ആണ് പാത്ത്. ഓക്കെ, ഇത് പിന്നെയും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഡിസൈനാണ്. ഇവിടെയൊക്കെ വീഡിയോ എടുക്കാം, മറ്റവിടെ ഒന്നും വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പോൾ GoPro ചെസ്റ്റ് മൗണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ദിവസം സമ്മിറ്റിൽ മാത്രമേ നമ്മൾ അത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പം അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നല്ല രസമാണ്, നല്ല തണുത്ത കാറ്റുണ്ട്, വെയിലുണ്ട്. പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അവിടുന്ന് മരങ്ങളും ഇലകളൊക്കെ. നമ്മുടെ നാട്ടിലെ കാണുന്ന പോലെ തന്നെ കുറച്ച് റെഡിഷ് കളറാണല്ലോ. എൻ്റെ പൊന്നെ, പണ്ടാറൊടങ്ങി. മോള് കയറിയിട്ടിരിക്ക, മോള് കയറിയിട്ടിരിക്ക. എന്നെയും കൂടെ കൊണ്ടുപോയി ചേട്ടായി. നമ്മളപ്പോൾ ഫസ്റ്റ് റെസ്റ്റിംഗ് പോയിന്റ് ഇരിക്കുകയാണ്. എല്ലാവരും കിളി പോയിട്ടുണ്ട്. പക്ഷെ ഇന്നലത്തെ അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇന്നലെ അത് ശരിക്കും പണി പോലെ. ഇന്നലെ ഈസി ആയിരുന്നു. ഇന്നലെ കേട്ടോ പണി കിട്ടിയത്. ശരിക്കും കോൺഷ്യസ്നെസ് പോയി. ഞങ്ങൾക്കിപ്പോൾ ഇന്നാണ് കുറച്ച് ഇത് തോന്നുന്നത്. വാ അങ്ങോട്ട് നോക്കും, മുകളിലേക്ക് ഒരുത്തൻ നിൽക്കണുണ്ടോ? അവിടേക്കാണ് പോകേണ്ടത്. ചേച്ചിയുടെ പുഷ്പം പോലെ കയറിപ്പോയിട്ടുണ്ട്. എന്താടി? ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി. എൻ്റെ
കാണാൻ തന്നെ ഇല്ല. നമ്മൾ മഞ്ഞക്കൊടി കണ്ട്. കിട്ടി നല്ല രസമുണ്ട് ആ ലൈറ്റ്. നമ്മളിപ്പോൾ ചെറുതായിട്ടൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നിന്നുകൊണ്ടിരിക്കണം. രോഹിണി ബുക്കിയാലാണ് നമ്മുടെ ലഞ്ച്. അവിടെ നിന്ന് എത്തിയിട്ടില്ല അല്ലേ? എത്തിയിട്ടില്ലല്ലോ. എലിവേഷൻ നോക്കാൻ മറന്നുപോയി. നമ്മൾ ഇവർ തന്നെ ഒരു മാപ്പ് ഇവരുടെ അല്ല, ഒരു ആപ്പുണ്ട് ഗയ എന്ന് പറഞ്ഞിട്ട്, GAIA. അതിലിവർ മുമ്പ് പോയൊരു GPX ഫയൽ എന്ന് വെച്ചാൽ നമ്മുടെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്തൊരു ഫയലാണ്. ആ ഫയൽ ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും വഴി തെറ്റുകയാണെങ്കിൽ പോലും നമുക്ക് ആ മാപ്പ് വെച്ചിട്ട് ഓരോ റൂട്ട് അതിലുണ്ടാവും. അതുവഴി നമുക്ക് പോകാൻ പറ്റും. അടിപൊളി, ഒരു രക്ഷയില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എപ്പോഴാണ് ഇതിൻ്റെ സീസൺ? ഏപ്രിൽ മെയ് ആണ് ഇതിൻ്റെ സീസൺ. അപ്പോഴാണ് ഫുള്ള് മരങ്ങളും ഫുൾ കളർഫുള്ളായിരിക്കും. ഓരോ മരങ്ങളും ഓരോ കളർ, വെള്ളം മുതൽ എല്ലാം. രക്ഷയില്ല. ഞാൻ പോയി നിൽക്കുന്ന ഫോട്ടോ എടുക്കാം. എന്താണ് ശരിക്കും പറഞ്ഞത്? ശരിക്കും ഇവിടെയാണല്ലേ ഹിമാലയാസ്. നമ്മുടെ പിന്നെ സെക്കൻഡ് സ്റ്റോപ്പെത്തി. ഇവിടെ നിന്ന് ഇനി രോഹിണിയും ബുക്കിയാൽ പോയാലാണ് ലഞ്ച്. ഇപ്പോൾ ജസ്റ്റ് ഇനി അസെൻഡിങ് ആണ്. അപ്പോൾ അതിന് മുമ്പൊന്ന് ബ്രേക്ക് എടുത്താണ്. ഡീപ്പ് ഫോറസ്റ്റിനുള്ളിലാണ് നടക്കുന്നത്. ഫുള്ള് കാടാണ്, നല്ല തണുപ്പുമാണ്. ഇങ്ങനെ ഇലകൾക്ക് ഒഴിഞ്ഞ് വീണ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സൂപ്പറായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ശരിക്കുമുള്ള ഇത്. ഇരുട്ടാണ്. നമ്മൾ ഇരുട്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഇരുട്ട്. കാട്ടിനുള്ളിൽ ഇരുട്ടെന്നാണ്. ഗ്ലാസ് വെച്ചാലൊന്നും കാണുന്നൊന്നുമില്ല. ആക്ച്വലി വീഡിയോ എടുത്തിട്ട് നടക്കാനൊന്നും വയ്യ. എന്നാലും ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ എടുക്കാതിരിക്കാനും പറ്റില്ല. ചാറായി മാതിരി കയറ്റാണ്. രണ്ടാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം ഭയങ്കര ഈസി ആയിരുന്നു. ഇവിടെ എന്തോ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. ഇനിയൊരു 40 മിനിറ്റ്സും കൂടെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തും. കഴിഞ്ഞൊരു 3 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇന്നത്തെ ക്യാമ്പ് സൈറ്റിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഇങ്ങനെ വെള്ള കളറിൽ നമ്മൾ ആദ്യത്തെ സ്നോ കണ്ടത്. അത് കുറച്ച് നേരത്തെ ഉണ്ടായൊരു സ്നോഫോളിൻ്റെ ആണ്. മഞ്ഞ് 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 മഞ്ഞു ഫുട് പ്രിന്റ്. നമ്മൾ സ്നോ ഒക്കെ കണ്ടപ്പോൾ ഓടിച്ചാടി നടന്നു. പക്ഷേ കുറച്ച് പണി കിട്ടി. കാരണം എന്താ വെച്ചാൽ ഇത് കുറേ നേരം ആയതുകൊണ്ട് അതിങ്ങനെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഷൂസൊക്കെ നനയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. മഞ്ഞിക്കൂടാണല്ലോ നാളത്തെ ഒരുപാടാണ്.
നമ്മളങ്ങനെ മുടിഞ്ഞൊരു ഡിസെൻറ്റിന് ശേഷം അങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിരുന്നു. വീഡിയോ എടുക്കാൻ പോയിട്ട് നടക്കാൻ പോലും പറ്റില്ല. ഇതിനേക്കാളും സ്റ്റീപ്പാണ്. അതായത് പഠിക്കുന്നുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകണത്. പോകണമെങ്കിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി പോകണം. ഇത്രയ്ക്ക് സ്റ്റീപ്പാണ്. ഇത്രയ്ക്ക് സ്റ്റീപ്പാണ്. അതാണ് സ്റ്റീപ്പ്. ഇത്രയും സ്റ്റീപ്പാണ് സംഭവം. ആശിക വരുന്നുണ്ട് അറിയാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ടെൻറ്റിലെത്തി. ടീക്ക് ടെൻറ്റിലെത്തി. ടെൻറ്റ് ചെറിയ ടെൻറ്റാണ്. ചെറിയ ടെൻറ്റ് എന്ന് വെച്ചാൽ 2 ആൾക്കുള്ള ടെൻറ്റാണ്. കാലൊക്കെ എനിക്ക് അങ്ങനെ ചേച്ചി വഴി കാണിക്കുന്നുണ്ട്. വഴി പോയി നോക്കാം. കാലിനൊക്കെ മുട്ടിനൊക്കെ ഒരുമാതിരി പ്രഷറാണ്. എനിക്കൊന്നുമില്ല, പക്ഷെ കാലിന് പ്രഷർ. മുട്ടൊക്കെ അവിടെ ഊരി വരുമോ എന്നൊക്കെ സംശയമായിരുന്നു. അതുമാതിരി ഡിസൈൻ. അത് കണ്ടിന്യൂസ് ആയിട്ട് കിലോമീറ്റേഴ്സ്, 3 കിലോമീറ്ററോളം കണ്ടിന്യൂസ് ഡിസൈൻ. അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. നമ്മൾ ക്യാമ്പ് സൈറ്റിലെത്തി. ചായ കുടിച്ചു. സാഹിൽ ബായി എന്തൊക്കെയോ പറയുന്നുണ്ട്. മറ്റേ സൺസെറ്റ് ഇപ്പോൾ ആവും. ഇത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൺസെറ്റ് ആകുമ്പോൾ സൺസെറ്റിനേക്കാളും കൂടുതൽ നന്നായിട്ട് മലമുകളിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കാണാം. കളർ ചേഞ്ച്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമുക്ക് കുറച്ച് മുകളിൽ കയറി നോക്കാം അല്ലേ? നമ്മ മുകളിൽ കയറി ഏതിലാണ് കയറാ? ഇപ്പൊ സൺസെറ്റ് ആയി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കയറി വന്ന് ഇവിടെ നിന്നിട്ട് ഈ സൺസെറ്റ് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഭയങ്കര ഭംഗിയാണ്. കാരണം നമുക്ക് കാണാൻ പറ്റും, ആ കളർ ചേഞ്ചസും എല്ലാം കാണാൻ പറ്റും. ഭയങ്കര അടിപൊളിയാണ്. ആ സണ്ണിങ്ങനെ താഴെ 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 പോകുന്നത് നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കാരണം ഇത് മലയും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടുത്തെ സൺസെറ്റും സൺറൈസും. പിന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റിൻ്റെ സമയത്ത് നമ്മുടെ ഹിമാലയാസ് ഇങ്ങനെ പിങ്ക് കളറാവും. ഭയങ്കര ഭംഗിയാണ് കാണാൻ. കഴിഞ്ഞു സൺസെറ്റ് കഴിഞ്ഞു. നല്ല രസമാണ്. അത് നാളെ നമ്മൾ പോകേണ്ട ചന്ദ്രശില നേരത്തെ പറഞ്ഞു ഞാൻ വീഡിയോയിൽ. പിന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? പക്ഷെ ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കം ഔട്ട് ഓഫ് അവർ കംഫർട്ട്.